ഒന്നാം നാൾ. പാഞ്ചാലരാജാവായ ദ്രുപദന്റെ പുത്രനും പാഞ്ചാലിയുടെ സഹോദരനുമായ ധൃഷ്ടദ്യുമ്നൻ പാണ്ഡവസേനയുടെയും ഭീഷ്മാചാര്യർ കൗരവസേനയുടെയും സർവ്വസൈന്യാധിപന്മാരായി അവരോധിക്കപ്പെടുന്നു. വിരാടപുത്രന്മാരും അഭിമന്യുവിന്റെ മാതുലരുമായി ഉത്തരനും ശ്വേതനും ആദ്യ ദിവസം തന്നെ വധിക്കപ്പെട്ടു. നകുലസഹോദരന്മാരുടെ മാതുലനും മാദ്രരാജ്യത്തിലെ രാജാവുമായി ശല്യരാലാണ് ഉത്തരൻ വധിക്കപ്പെട്ടത്. ശ്വേതൻ വധിക്കപ്പെട്ടത് ഭീഷ്മരാലും. രണ്ടാം നാൾ. കൗരവസേനയ്ക്കു വേണ്ടി യുദ്ധം ചെയ്യാനെത്തിയ കലിംഗരാജാവും മക്കളും മുഴുവൻ സേനയും ഭീമന്റെ പരാക്രമത്താൽ നശിക്കപ്പെട്ടു. മൂന്നാം നാൾ. പാണ്ഡവസേനയോട് ഏറ്റുമുട്ടാനെത്തിയ ഗാന്ധാർ സേനയെ അഭിമന്യുവും സാത്വികിയും കൂടി പൂർണ്ണമായും ഇല്ലാതാക്കി. നാലാം നാൾ. ധൃതരാഷ്ട്രരുടെ 13 മക്കൾ ഭീമസേനന്റെ കർബലത്തിൽ ഒടുങ്ങി. മാദ്രരാജാവായ ശല്യരുടെ അനുജന്മാരെയും സ്യാലനെയും സർവ്വസൈന്യാധിപനായ ധൃഷ്ടദ്യുമ്നൻ കാലപുരിക്ക് അയച്ചു. അഞ്ചാം നാൾ. പാണ്ഡവപക്ഷത്തിനു വേണ്ടി പോരാടിയ വീരനായ സാത്വികിയുടെ 10 പുത്രന്മാരെ ഭീഷ്മരുടെ ഇളയച്ചൻ ബാൽഹികന്റെ പൗത്രൻ ഭൂരിശ്രവസ് വധിച്ചു. ആറാം നാൾ. ഇരുവശത്തും പടയിൽ നാശങ്ങൾ ഉണ്ടായെങ്കിലും നേതൃനിരയിലുള്ള വീരന്മാരിൽ പ്രധാന നാശങ്ങളൊന്നും സംഭവിച്ചില്ല. ഏഴാം നാൾ. വിരാടരാജാവിന്റെ പുത്രനായ ശംഖൻ ദ്രോണരോട് പൊരുതി വീരചരമം പ്രാപിച്ചു. എട്ടാം നാൾ. ശകുനിപുത്രനായ ഉലൂകനെ അർജുനൻ ഉലൂബിയിൽ ജനിച്ച പുത്രൻ ഇരാവൻ വധിച്ചു. ശകുനിയുടെ അനുജന്മാരും ഇരാവനാൽ തന്നെ വധിക്കപ്പെട്ടു. ധൃതരാഷ്ട്രരുടെ 8 പുത്രന്മാരെ ഭീമസേനൻ വധിച്ചു. ഒൻപതാം നാൾ. അന്ന് മേൽനിരയിൽ കാര്യമായ പതനങ്ങളൊന്നും ഉണ്ടായില്ല. സേനയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പത്താം നാൾ. സംഭവബഹുലമായൊരു ദിനം. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി. സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മർ മരണത്തിനു വഴങ്ങാതെ തന്നെ വീഴ്ത്തിയ ശരകൂടങ്ങളെ തന്നെ ശയ്യാക്കിക്കൊണ്ട് ഉത്തരായനം വരെ പോർക്കളത്തിൽ കിടക്കുവാൻ തീരുമാനിച്ചു. ഭീഷ്മപിതാമഹന്റെ ആഗ്രഹാനുസരണം തൂങ്ങിക്കിടന്ന അദ്ദേഹത്തിന്റെ ശിരസ് അസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ നേരെയാക്കി നിർത്തി. മറ്റൊരു അസ്ത്രം കൊണ്ട് ഭീഷ്മർക്ക് ദാഹജലം വരുത്തിക്കൊടുക്കുകയും ചെയ്തു. സർവ്വസൈന്യാധിപന്റെ പതനം കൗരവപക്ഷത്തെ ശോകമൂകമാക്കി. പാണ്ഡവർക്കും തങ്ങളുടെ വാത്സല്യനിധിയായ പിതാമഹന്റെ പതനം അങ്ങേയറ്റം ദുഃഖകരമായിരുന്നു. 11-ാം നാൾ. ബ്രാഹ്മണനായ ദ്രോണാചാര്യരെ കൗരവപ്പടയുടെ പുതിയ സർവ്വസൈന്യാധിപനായി ദുര്യോധനൻ വാഴിച്ചു. ഭീഷ്മാചാര്യരെ സേനാപതിയാക്കിയതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 10 ദിവസവും പടക്കളത്തിലിറങ്ങാതിരുന്ന വില്ലാളി വീരൻ കർണൻ അന്ന് ആദ്യമായി പടക്കിറങ്ങി. ധർമ്മപുത്രരെ ജീവനോടെ പിടിച്ചു കൊടുക്കാമെന്ന് ദ്രോണാചാര്യർ ദുര്യോധനൻ വാക്ക് നൽകി. 12-ാം നാൾ. മുൻപ് ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ടിരുന്ന നരകാസുരന്റെ പുത്രനായ ഭഗദത്തനെ അർജുനൻ വധിച്ചു. ഭഗദത്തപുത്രൻ നകുലനാൽ കൊല്ലപ്പെട്ടു. അന്ന് തന്നെ കർണപുത്രൻ നകുലനാലും വധിക്കപ്പെട്ടു. ഓരോരോ ദിവസങ്ങളിലും സേനകളിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. 13-ാം നാൾ. ഏറെ സംഭവബഹുലമായിരുന്നു അന്നത്തെ യുദ്ധം. അതിഭീകരമായ യുദ്ധത്തിന് അന്ന് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചു. ഒട്ടേറെ വീരശൂര പരാക്രമികൾ യമപുരിക്കേക്കപ്പെട്ടു. കുരുക്ഷേത്രയുദ്ധം. 11-ാം ദിവസം. സൂര്യപുത്രൻ കർണൻ കൗരവപടയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. പിന്നീട് നടക്കുന്നത് അതുവരെ നടന്നതിൽ ഏറ്റവും ഭയാനകമായ യുദ്ധം ആയിരുന്നു. ഭീഷ്മ പിതാമഹാന്റെ പരാജയം പിന്നീട് കൗരവപ്പടയിൽ ആർക്കും ഓർമ്മയില്ലാതെയായി. സൂര്യ തേജസ്സോടെ പാണ്ഡവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയുള്ള ആക്രമണം കർണനെ കുരുക്ഷേത്ര യുദ്ധത്തിലെ യഥാർത്ഥ പോരാളിയായി പടയാളികൾ വിശ്വസിക്കാൻ തുടങ്ങി. കൗരവരുടെ ധൈര്യം തിരികെ ലഭിക്കാൻ ഇത് കാരണമായി. അടുത്ത ദിവസത്തെ യുദ്ധകഥകളുമായി ഞാൻ വരാം.